ഹലോ, നമുക്കിന്ന് ചെറിയുള്ളിയൊക്കെ വെച്ച് അടിപൊളി കക്ക റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ കക്ക കിട്ടാൻ നല്ല പാടാട്ടാ. വല്ലപ്പോഴൊക്കെ കക്ക കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേരാ കേട്ടോ. കൂടെ ഒരു ലൈക്കും കൂടെ കൊടുക്കാൻ മറക്കണ്ട. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച കക്കയിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു വേപ്പിലയുടെ തണ്ടും കൂടെ കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കക്ക തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടാ, പക്ഷെ നന്നാക്കാൻ വലിയ സുഖമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കക്ക ഒന്ന് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണ്ടേട്ടാ. എന്നിട്ട് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവൂട്ടാ. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറിയുള്ളി ഇട്ട റോസ്റ്റ് ഉണ്ടാക്കണേന്ന്. ഇപ്പൊ സവാള ഇടുന്നതിനേക്കാളും എന്ത് സാധനത്തിലും ചെറിയുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടാ. എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ചെറിയുള്ളി വെച്ച് ഉണ്ടാക്കി നോക്കിയാൽ നല്ല രുചിയായിരിക്കും. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ആയിട്ട് എടുത്തേക്കണേ. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തിട്ട് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാട്ടാ. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് ചെറുതായി വാടി വരുമ്പോ നമുക്ക് വേപ്പിലയും ചെറിയുള്ളിയും കൂടി ഇട്ടു. ഞാൻ പറഞ്ഞില്ലേ ചെറിയുള്ളിയാണ് ഇതിന്റെ മെയിൻ. ചെറിയുള്ളി ഒന്നോരൊന്നോ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവൂട്ടാ. നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ചെറിയുള്ളിയുടെ പകരം നിങ്ങൾക്ക് ആ സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി വാട്ടിയെടുക്കാം. ചെറിയുള്ളി നന്നായി വാടി ഗോൾഡൻ കളർ ആവണേ നമുക്ക് വെയിറ്റ് ചെയ്യാട്ടാ. ചെറിയുള്ളി നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മസാലപ്പൊടികളായിട്ട് എടുത്തേക്കുന്നത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടിയും. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ആ പച്ചമണം പോണവരെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടാ. പച്ചമണൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച ആ കക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. കക്ക നന്നായി ഇളക്കി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാട്ടാ. ഇത്രേ ഉള്ളൂ, നമ്മുടെ കക്ക റോസ്റ്റ് റെഡി. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. എനിക്ക് ഉണ്ടാക്കി അന്ന് കഴിച്ചതിനേക്കാളും പിറ്റേ ദിവസം കഴിച്ചപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. ആ കക്കയിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ച് അടിപൊളിയായിരുന്നു കേട്ടാ. കക്ക ഇട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അടിയിൽ കത്ത് പിടിക്കാണ്ട് നോക്കണം കേട്ടാ. ഇപ്പൊ എങ്ങനെ അബദ്ധത്തിൽ എങ്ങനെ കത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ കത്തിയ ചൊവ്വയായിക്കോട്ടെ കക്കയ്ക്ക്. അതുകൊണ്ട് അടി പിടിക്കാണ്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലും അടിപൊളി റെസിപ്പീസ് ആയിട്ട് നമ്മൾ വീണ്ടും വന്നേക്കും. നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂടെ ലൈക്കും കൂടെ കൊടുത്തേക്കുന്നേ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ. കക്ക റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ട് ഉപ്പിനെങ്ങാനും കുറച്ച് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേപ്പില കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് വേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക.